ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NC-CET-യുടെ 3 ടയർ സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. അറ്റ് അപ്പെക്സ് ലെവൽ ദാറ്റ് ഈസ് വാംനികോം, ദെൻ മിഡിൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് ICM, ആൻഡ് ലോവസ്റ്റ് ലെവൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓർ ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ്. ദെൻ അതിൽ ഫസ്റ്റ് വൺ വാംനികോമിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വാംനികോം, ദ വൈകുന്ത് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ്സ് മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, വിച്ച് ഈസ് നൗൺ ആസ് വാംനികോം. ഇറ്റ് ഈസ് ദ അപ്പെക്സ് ലെവൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് ലെവലിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാംനികോം. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പൂനെ ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദ ഐഡിയ ഓഫ് ഹാവിംഗ് എ സെൻറ്റർ ഫോർ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് വാസ് നോട്ടഡ് ബൈ ടു എമിനൻറ്റ് കോപ്പറേറ്റേഴ്സ് ഇൻ ഇന്ത്യ, നെയിംലി VL മെഹ്ത്ത ആൻഡ് ജോഷി. ഇങ്ങനൊരു ഐഡിയ, ഇങ്ങനൊരു ട്രെയിനിങ് സെൻറ്റർ ഇന്ത്യയിൽ വരാനുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നത് ടു എമിനൻറ്റ് കോപ്പറേറ്റേഴ്സാണ് VL മെഹ്ത്ത ആൻഡ് ജോഷി. Their idea takes back from 1918, and they started the first cooperative training institute in Bombay 1918. അവർക്ക് 1918 മുതൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തത് 1918 ഇറ്റ് വാസ് നൗൺ ആസ് പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ദ ഡ്രീം of these people to have a training center with all facilities to provide training for the cooperators in India did not materialize till 1946. എല്ലാ സൗകര്യമുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള ട്രെയിനിങ് കോളേജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ, ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് 1946 വരെ സാധിച്ചിരുന്നില്ല. In 1946 VL Mehta became the Minister for Cooperation in the Bombay province, and on the interest of Sri Mehta, the Bombay provincial government decided to establish a training center at Pune. 1946 വരെ അവർക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 1946 VL മെഹത്ത നമ്മുടെ മിനിസ്റ്റർ ഫോർ കോപ്പറേറ്റീവ് ഇൻ ബോംബെ പ്രൊവിൻസ് ആയ സമയത്ത് മെഹത്തയുടെ ഇൻട്രസ്റ്റ് പ്രകാരം ബോംബെ പ്രൊവിഷ്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു ട്രെയിനിങ് സെൻറ്റർ പൂനെയിൽ സ്ഥാപിക്കുന്നത് എന്ത് ചെയ്തു, തീരുമാനിച്ചു. ആൻഡ് അക്കോർഡിംഗ്ലി അതനുസരിച്ച് 1947 ദി ട്രെയിനിങ് സെൻറ്റർ വാസ് ഓപ്പൺഡ് അറ്റ് പൂനെ. ഡ്യൂറിങ് ദ ഇയർലി ഡേയ്സ് ഓഫ് ഇറ്റ് സ്റ്റാർട്ടിങ്, അതിൻ്റെ തുടക്കത്തിൽ ദ പൂനെ ട്രെയിനിങ് സെൻറ്റർ വാസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് training on cooperation to the employees of cooperatives and cooperative department in the Bombay province only. അതിന് തുടക്കത്തിൽ 1947 ബോംബെ പ്രൊവിൻസിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ള എംപ്ലോയീസിന് മാത്രമായിരുന്നു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇൻ 1951 ദ RBI ആസ്ക്ഡ് ദ സെൻറ്റർ ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് പ്രോഗ്രാം. 1951 RBI എന്ത് ചെയ്തു, അവരുടെ പ്രോഗ്രാം ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. സ്റ്റാർട്ട് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സസ് ആൻഡ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് അതർ സ്റ്റേറ്റ്സ് ഓൾസോ. അതനുസരിച്ച് എന്ത് ചെയ്തു, അവരുടെ ട്രെയിനിങ് കോഴ്സ് ഷോർട്ട് ടേം ലോങ് ടേം കോഴ്സസൊക്കെ ആരംഭിച്ച് ആ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് ഓഫീസേഴ്സിനൊക്കെ കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള എംപ്ലോയീസിനും ഓഫീസേഴ്സിനും അതർ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും കൂടി അത് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. In 1952 the center started short term and long term courses accordingly. അങ്ങനെയാണ് 1952 ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. As per the recommendation of the study team on cooperation and National Conference of Cooperation Ministers in 1960 കോപ്പറേറ്റീവ് ടീം, നമ്മൾ ഓരോ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യാൻ പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത്, അതേപോലെ നാഷണൽ കോൺഫറൻസ് ഓഫ് കോപ്പറേഷൻ മിനിസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് ഒക്കെ കൂടിയ സമയത്ത് ദ പൂനെ സെൻറ്റർ വാസ് അപ്ഗ്രേഡഡ്. പൂനെ സെൻറ്ററിൻ്റെ ഈ സ്ഥാപനം എന്ത് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആൻഡ് നെയിംഡ് ആസ് നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫസ്റ്റ് ഇത് എന്തായിരുന്നു, പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആദ്യം ഇത് പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതായിരുന്നു. അതെന്ത് ചെയ്തു, പേര് മാറ്റിയിട്ട്
ഇപ്പോൾ അതെന്താവാൻ തുടങ്ങി, നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1963. അവരുടെ പേര് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അതെന്തായി മാറി, നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലായി അത് മാറി. Then there was another training center for providing training for the personnel of consumer cooperatives, and it has also known as Central Institute of Management for Consumer Business. അനദർ ട്രെയിനിങ് സെൻറ്റർ എന്ത് ചെയ്തു, ട്രെയിനിങ് ഫോർ പേഴ്സണൽ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എംപ്ലോയീസിനും പേഴ്സൺസിനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ആൻഡ് NCUI took steps to amalgamating these two centers, and finally in 1966 the Pune National Institute was established. അങ്ങനെയുള്ളൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ RBIയുടെയും NCUIയുടെയും റെക്കമെൻഡേഷൻ പ്രകാരം ഈ രണ്ട് സ്ഥാപനങ്ങളും അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് എന്തായി മാറി, ഫൈനലി 1966 Pune National Institute was established. And the institute was named after its founder Sri Mehta, and it gained the name Vaikunth Mehta National Institute of Cooperative Management. അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇത് രണ്ടും അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ശ്രീ മെഹത്ത ആയിരുന്നല്ലോ അതിൻ്റെ ഫൗണ്ടർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടിക്കൊണ്ട് വൈകുന്ത് മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എന്ത് ചെയ്തു, അതിന് പേര് ഇട്ടു. Then Vamnicom is planning training programs in consultation with the user organization and also the feedback received by it from the trainees. അപ്പോൾ ഇവർ വ്യക്തികൾക്ക് മാത്രമല്ല ഡിഫറെൻറ്റ് ഓർഗനൈസേഷനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരവരുടെ ഇംപ്രൂവ്മെൻറ്റ്സും മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തുന്നത്. അറ്റ് പ്രസൻറ്റ് വാംനിക്കോം ഈസ് കണ്ടക്ടിങ് അബൌട്ട് 70 courses including PG diploma courses in cooperative business management with a duration of 38 weeks. 70 PG കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PG ഡിപ്ലോമ അടക്കമാണ്. ദെൻ 38 വീക്സിൻ്റെ ഡ്യൂറേഷനുള്ള കോഴ്സസ് വരെ ഉണ്ട്. ദ ഓവറോൾ കപ്പാസിറ്റി ഓഫ് ദർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇയർ ഈസ് അബൌട്ട് 1500. ഇവിടെ ഓവറോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 എന്ത്, ഒരു 1500 പേരെ ഒരു വർഷത്തിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. Then the Vamnicom is adopting innovations in training program. അവർ പല ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ചെയ്യുന്നുണ്ട്. സോ ആസ് ടു പ്രൊവൈഡ് മോർ മാനേജീരിയൽ ഇൻപുട്സ് ആസ് വെൽ ആസ് ടു ഡെവലപ്പ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ഫോർ ഹയർ ലെവൽ ഓഫീസേഴ്സ്. ഒരു പ്രൊഫഷണൽ കോമ്പീറ്റൻസ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഹയർ ലെവൽ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട്. ദെൻ കീപ്പിംഗ് ഇൻ വ്യൂ ദ ചേഞ്ചിങ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, നമ്മുടെ ചേഞ്ചിങ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ കോമ്പീറ്റൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. ദെൻ ആ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാംനിക്കോം ഒരു സക്സസ് ആയി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പെക്സ് ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വാംനിക്കോമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക.